വർഷങ്ങൾക്ക് മുമ്പ് ഒരു അവികസിത പ്രദേശമായിരുന്ന തടാകത്തിൽ കാരുണ്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരരുവി പുറപ്പെട്ട് അത് തടാകമായി വളർന്നിരിക്കുന്നു. രാഷ്ട്രപിതാവായ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ ലളിതമായിരുന്നു, ഹൃദ്യമായിരുന്നു, ആഴത്തിലിറങ്ങുന്നതുമായിരുന്നു. അതിലൊന്ന്, നിങ്ങൾക്ക് ഭാരതം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് പോകണം. അദ്ദേഹത്തെ ചെന്ന് കാണാനും അവിടെ താമസിക്കാനും വാർധായിൽ താമസിക്കാനും ഇഷ്ടപ്പെട്ട അനേകരുണ്ടായിരുന്നു, നമ്മുടെ സുകുമാർ അഴീക്കോട് സാർ ഉൾപ്പെടെ. അവർക്കെല്ലാം കിട്ടിയത് ഉദ്ദേശം, യു ഗോ ബാക്ക് ടു ദ വില്ലേജ്, നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുക എന്നതായിരുന്നു. രണ്ടാമത്, എല്ലാവർക്കും പ്രത്യേകിച്ച് നേതാക്കന്മാരും കൊടുത്ത ഉപദേശമാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖം മുമ്പിൽ കാണണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം. ഒരുപക്ഷെ ഇത് രണ്ടും മിക്കവാറും പൂർണ്ണമായ അളവിൽ ഉൾക്കൊണ്ട ഭാരതീയനല്ലാത്ത ഭാരതീയൻ ആയിരുന്നു സംപൂജ്യനായ ബിഷപ്പ് പാക്കൽഹാം വാൾഷ്. ഐറിഷ് പീപ്പിൾ പൊതുവെ വളരെ രസികന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്, വളരെ ഹ്യൂമറസ് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഞാൻ അധികം കേട്ടിട്ടില്ല. വൈവിധ്യമാർന്ന അദ്ദേഹത്തിൻ്റെ യാത്രകളിലും പ്രവർത്തന മേഖലകളിലും സഭാപ്രവർത്തനങ്ങളിലുമൊക്കെ അദ്ദേഹത്തെ ഭരിച്ചിരുന്നൊരു പക്ഷേ ഇതേ ആത്മാവായിരിക്കും. അങ്ങനെ ഒരു അഗ്നിയുമായി അദ്ദേഹം അധ്യാപകൻ, സെമിനാരി അധ്യാപകൻ, സഭാ നേതാവ് എന്നുള്ള നിലയിലൊക്കെ വളർന്നു വന്നിട്ടും കെടാതിരുന്ന ഒരു അഗ്നിയാണ് ഭാരതത്തിൽ എവിടെയെങ്കിലും ഏറ്റവും പുരോഗതി ലഭിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് പോയി ജീവിക്കണമെന്നും ഒരാശ്രമം ഉണ്ടാക്കണമെന്നും. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനോവിവരത്തിൽ പൊട്ടിപ്പൊളിച്ചതും കണ്ടറിഞ്ഞതുമായത് ഭാരതീയ സന്യാസ പാരമ്പര്യം ആയിരിക്കണം എന്ന പൂർണ്ണമായ നിലയിൽ ഈ പൗരസ്ത്യമോ പാശ്ചാത്യമായ സന്യാസ സമ്പ്രദായങ്ങളൊന്നുമല്ല അദ്ദേഹം സ്വീകരിച്ചത്. ഒരു കുടുംബമായി ജീവിക്കുന്ന സന്യാസികൾ, ആ പ്രദേശത്തെ ആളുകളുമായി ഏറ്റവും അധികം അടുത്ത് പരിചയിക്കുന്ന ക്രിസ്ത്യാനികൾ, അങ്ങനെ അതിരില്ലാത്ത ഒരു സ്നേഹസേവനങ്ങളുടെ തടാകമായി ഇത് മാറുന്നതിന് ആ ചിന്തയായിരിക്കണം വഴിവെച്ചത്. ജീവിത സായാഹ്നത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ പ്രദേശത്തെത്തുകയും ഇവിടെ ഈ ഡോക്യുമെൻ്ററിയിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതുപോലെ വിദ്യാഭ്യാസം, രോഗീ പരിചരണം തുടങ്ങിയ ഗ്രാമോദ്ധാരണം ഇതെല്ലാം ഗാന്ധിയുടെ പരിപാടിയാണ്. അങ്ങനെ ഒരു ഗാന്ധിയൻ ആശ്രമം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് പൗരസ്ത്യ പാശ്ചാത്യ ട്രഡീഷണൽ സന്യാസ പാരമ്പര്യത്തിൽ പെടുന്നതല്ല. എന്നാൽ ഇതൊരു മിക്കവാറും തികച്ചും ഭാരതീയവും ഗാന്ധിയവുമായ ഒരു സമ്പ്രദായം, അതാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം, വലിയ സാമ്രാജ്യങ്ങൾ പോലും ഏകദേശം ഒരു 300 വർഷത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. ഓർത്ത് നോക്കിക്കോ. പല സ്ഥാപനങ്ങളും ഒരു 100 വർഷം വരെയൊക്കെ ഒരു ഊർജ്ജസ്വലമായിട്ട് നിൽക്കും. അതിൻ്റെ സ്ഥാപകരുടെ കാലം കഴിഞ്ഞ് അവർ കൊളുത്തി വെച്ച ദീപം കുറേയൊക്കെ മങ്ങും. എന്നാൽ അതിൽ നിന്നൊരു അപവാദമായി 90 വർഷമായിട്ട് ഇവിടെ ആ ദീപം കെടാതെ നിൽക്കുന്നു. അത് നമ്മൾ അവസാനം കേട്ടതുപോലെ ഇത് കെടാതെ നിൽക്കണം. അത് ഈ തലമുറയിലുള്ള അടുത്ത തലമുറയിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. അതിരുകളില്ലാത്ത ക്രിസ്തീയ സ്നേഹം ആചരിക്കുന്ന സ്ഥലമായി
ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എന്ന രീതിയിലൊരു വിഭാഗീയതയെ ആയിരിക്കില്ലല്ലോ പപ്പ മനസ്സിൽ കണ്ടത്. അങ്ങനെ അദ്ദേഹം ഈ പ്രദേശത്തെ ആളുകൾക്ക് അച്ഛനും ബിഷപ്പ് അമ്മയുമായി ഇവിടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം മുഴുവനാണോ ഇപ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ വലിയ ആചാര്യൻ, അദ്ദേഹത്തിന് പുറകെ വന്നവരെ ആചാര്യൻ എന്നാണ് വിളിക്കുന്നത്. അതിന് പ്രത്യേക ഒരു അർത്ഥമുണ്ട് ഭാരതത്തിൽ. ആചാര്യൻ എന്നുള്ളതിന് പുരോഹിതൻ എന്ന് പറയുന്നത് പോലെ ആചാര്യൻ എന്നും ആചരിക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന അഭിരമിക്കുന്നയാളാണ്. അല്ലാത്തവർ ആചാര്യനാകുകയില്ല. ഇത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരെ പരിചരിക്കുന്നത് ഈശ്വര സേവയാണെന്നും മാധവ സേവയാണെന്നൊക്കെ കരുതുന്നവർക്കെ കൊണ്ട് സാധിക്കുകയുള്ളൂ. തന്നെയല്ല, ഭാരതീയ അർത്ഥത്തിൽ പരിവ്രാജകനായിരുന്നു പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചയാളെന്ന്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് സ്ഥാനപദവികളെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഒരു സാധാരണക്കാരിൽ സാധാരണരായി. ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യം എന്നത് അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ ഉണ്ടായിരുന്നതാണ്. അത് ആ അന്തഛേദനയിൽ അന്നും ഇന്നും കത്തി നിൽക്കുന്നതാണ് ബിഷപ്പ് വാൽഷ് ആചരിച്ച ദാരിദ്ര്യം. അതിങ്ങനെ വഴിഞ്ഞൊഴുകുന്ന സ്നേഹമായി വളർന്നു വന്നു. ഇന്നും അത് കത്തി നിൽക്കുന്നു. ഈ തലമുറയിലുള്ളവരോട്, ഞാനുൾപ്പെടെയുള്ളവരോട് അദ്ദേഹം പറയുകയാണ്, ഒരിക്കലും ഇങ്ങനെയുള്ളവർക്ക് മരണമില്ല. വലിയ എഴുത്തുകാരായാലും സഭാ നേതാക്കന്മാരായാലും ഇമാതിരിയുള്ള പ്രവർത്തകർക്ക് മരണമില്ല. അവർ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹാബയിൽ സംസാരിക്കുന്നത് പോലെ അവരും വാചാലമായി ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിഷപ്പ് വാൽ സംസാരിക്കുന്നു. എന്താണ് പറയുന്നത്, ആരോടാണെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വലിയൊരു ഔപചാരികതയല്ല. ഈ 90 വർഷം വളരെ നന്ദിയോടെ ഈശ്വരന് നന്ദി പറയുന്ന ഇങ്ങനെ ഒരാളിനെ ഈ പ്രദേശത്തേക്ക് വിട്ടതിൽ. ഏകദേശം ഒരു സാമ്യം പറയാവുന്നതാണ് CMC വെല്ലൂരിൻ്റെ സ്ഥാപക. അവരിതുപോലെ ഭരതാട്ടുകാരിയാണ്. അവിടെ വന്ന് താമസിച്ച് വളരെ ചൂടുള്ള സ്ഥലത്ത്, ഒന്നുമില്ലാത്ത ഗ്രാമത്തിൽ ആളുകൾ രോഗീ പരിചരണം കിട്ടാതെ പ്രസവിക്കാൻ സ്ത്രീകൾ മരിച്ചു പോകുന്നു. അങ്ങനെയുള്ളിടത്ത് അവരന്ന് തീരുമാനമെടുത്തതാണ്, ഞാൻ തിരികെ പോയി MBBS പാസ്സായി ഇവിടെ തന്നെ വരും. അവർ വന്നു. അങ്ങനെ അവരെ കാളവണ്ടിയിലൊക്കെ പോയാണ് ആദ്യത്തെ സർജറിയൊക്കെ വീടുകളിൽ വെച്ച് നടത്തുന്നത്. അത് ഇന്ന് വളർന്ന് വലിയൊരു സ്ഥാപനമായി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ആയി നിൽക്കുന്നു. ഒരൊറ്റ ആളിൻ്റെ സ്വപ്നമാണത്, ഡെഡിക്കേഷനാണ് ഒരൊറ്റ ആളിൻ്റെ. അതുപോലെ തന്നെ ഇവിടെയും ഈ ബിഷപ്പന്മാരും വന്ന് നമ്മളാരും ഇത്രയൊന്നും സാഹസത്തിന് പോവുകയില്ല. ഇത് ശരിക്കും സാഹസമാണിത്, വലിയ സ്പിരിച്വൽ അഡ്വഞ്ചറാണിത്. അതിന് അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടായിരുന്നു, എല്ലാത്തിനെ കൊണ്ട് ഒക്കുകയില്ല. പണമല്ല, പ്രശസ്തിയല്ല, സ്ഥാനമല്ല, ഒന്നുമല്ല. അദ്ദേഹത്തിൽ ഏതോ ഒരു വലിയ അമാനുഷികമായ അവാച്യമായ വെളിച്ചവും ശക്തിയും ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ നടത്തി. അതിൻ്റെ അന്യസഭ ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ സ്പന്ദിക്കുന്ന കുഴിമാടം അവിടെ ഉണ്ട് രണ്ടുപേരുടെയും. ഏതോ ഭാഗ്യം കൊണ്ട് സമാധിപരമായി പറഞ്ഞാൽ തെയാപലോസ് തിരുമേനിക്ക് ഇവർക്ക് അയൽക്കാരായിട്ടിരിക്കാൻ ആ ചാപ്പലിൻ്റെ ഉള്ളിൽ സ്ഥലം കിട്ടിയതും വേറൊരു അപൂർവത എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും തെയാപലോസ് തിരുമേനി മനസ്സാവരിച്ച ഒരു സ്ഥലമാണല്ലോ തടാകം. അങ്ങനെ ഈ പുണ്യനാമങ്ങൾ നിലനിൽക്കട്ടെ. തടാകത്തിൻ്റെ പേര് അങ്ങനെ തന്നെ ഒഴുകുന്നതാണ്. തടാകം കെട്ടിക്കിടക്കുന്ന വെള്ളം ആകാൻ പാടില്ല. അത് ജീവനില്ലാത്ത കാര്യം കെട്ടിക്കിടക്കുന്ന വെള്ളം അത് ഒഴുകണം, നാനാഭാഗങ്ങളിലേക്ക് ഒഴുകണം, പാവങ്ങളിലേക്ക് ഒഴുകണം, വിശക്കുന്നവരിലേക്ക് ഒഴുകണം, വേദനിക്കുന്നവരിലേക്ക് ഒഴുകണം. അങ്ങനെ ഒരു നല്ല തടാകത്തിൻ്റെ ഗംഗോത്രി പോലെയുള്ള ഒരു തുടക്കമായി നിൽക്കാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥനയും അനേകരുടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എനിക്ക് നേരത്തെ ഇങ്ങനൊരു അവസരം തന്നതിന് പരിശുദ്ധ ബാബാതിരുമേനിക്കും ഇതിൻ്റെ സംഘാടകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഈ നവോദി ആഘോഷങ്ങളുടെ വേദിയിൽ നമ്മെ അഭിസംബോധന ചെയ്തത് കൊച്ചി ഭദ്രാസനാധിപനും സന്യാസ പ്രസ്ഥാന പ്രസിഡന്റും ശ്രദ്ധേയ വാഗ്മിയുമായ അഭിവന്ദ്യ ഡോക്ടർ മാർ അരീനിയോസ് തിരുമേനിയാണ്, യാക്കോബ് മാർ അരീനിയോസ് തിരുമേനിയാണ്. Thank you for those deep reflections, Your Grace. May I request Acharya Father Mahesh Paul to kindly present his grace with our token of love. Thank you, Irenaeus Trimeni. Your grace has always been a beacon of knowledge and spiritual depth for the Malankara Orthodox Church. Thanks again. We now move to the most essential part of our formal session. To preside over this Navdi meeting,
we have the scholar and visionary leader of our church. നമ്മുടെ ഈ നവതി സംഗമത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മുംബൈ ഭദ്രാസനാധിപനും തടാകമാശ്രമം വിസിറ്റർ ബിഷപ്പുമായ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയാണ്. Your grace has always been a strong pillar of Malankara Orthodox Church and a great well-wisher of this ashram. 90 വർഷത്തെ ഈ ചരിത്രയാത്രയിൽ തിരുമേനിയുടെ സാന്നിധ്യവും നേതൃത്വവും നമുക്ക് വലിയൊരു കരുത്താണ്. May I now request His Grace Givergis Mar Kurlos Tirumeni to deliver the presidential address. തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനീതപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ബാവ തിരുമേനി, അഭിനന്ദ ഡോക്ടർ മാർ അറീനിയസ് തിരുമേനി, ശ്രീ സുന്ദർരാജ്, വന്യ കോർപ്പിസ് കാപ്പ, വന്യറമ്പാച്ചന്മാരെ, വൈദ്യശ്രേഷ്ഠരെ, ശമാച്ചന്മാരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഈ ആശ്രമത്തിന് എന്ത് പ്രായമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്ന ഈ വടവൃക്ഷങ്ങളുടെ ചുവട്ടിൽ, ഈ പ്രകാശധാരയിൽ ഈ പ്രദേശത്തിന് പ്രകാശം കൊടുത്തവരെ അനുസ്മരിച്ചും ഈ കഴിഞ്ഞ 90 വർഷത്തെ അനുഭവങ്ങളിൽ കൂടി അയവിറക്കുകയും ഇതുപോലുള്ള കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ഈ മണ്ണിൽ അവസരം തന്ന കാരുണ്യവാന് സ്തോത്രമർപ്പിച്ചു. അതിന് മുഖാന്തരമാക്കിയ ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ ആദരവ് അർപ്പിച്ചും അവരുടെ കൂടെ ചുവള്ള ദൈവത്തിൻ്റെ സ്തോത്രം പാടിയും നമുക്ക് ഈ നിമിഷം അനുഗ്രഹകരമായി ദിവസനിധി സ്തോത്രഗീതങ്ങൾ അർപ്പിക്കാം. തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു ദിനത്തിലേക്ക് നമ്മൾ വഴി നയിക്കപ്പെട്ടത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ അന്തേവാസിയായി കഴിഞ്ഞിരുന്ന അവസാന സമയത്ത് വിധവയായിരുന്ന ഒരു ടീച്ചർ, കുന്നംകുളക്കാരി, ദിവംഗതയായപ്പോൾ ആ ശവസംസ്കാര ശുശ്രൂഷ പങ്കെടുത്ത് മടങ്ങിപ്പോയ വഴിയിലാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇത് നവതിയുടെ വർഷമാണല്ലോ, ഇവിടെ വിപുലമായ പരിപാടികൾ നടത്താൻ പ്രയാസമായിരിക്കും. എന്നാൽ ബോംബെയിൽ മെത്രാസനത്തിൻ്റെ സുവർണ ജൂബിലിക്ക് ഈ സഭയുടെ പ്രധാന മലധ്യക്ഷനായിട്ടുള്ള പരിശുദ്ധ ബാവതിരുമേനിയെ കൂടാതെ അമേരിക്കൻ ഓർത്തഡോക്സ് സഭയുടെ സുന്നഹദോസിൻ്റെ സെക്രട്ടറി, അവിടുത്തെ ഒരു സെമിനാരിയുടെ ഡീനുമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് മൈക്കിൾ വരാമെന്ന് സമ്മതിച്ചിരുന്നു. എന്നെ ക്രമീകരണം ചെയ്ത അവസരത്തിലാണ് ഇതെൻ്റെ മനസ്സ് വന്നത്. രാത്രിയിൽ മടങ്ങിപ്പോകുന്ന അവസരത്തിൽ വളരെ പെട്ടെന്ന് ഞാൻ പരിശുദ്ധ ബാവതിരുമേനിയെ കോണ്ടാക്ട് ചെയ്തു. ഇങ്ങനെയൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിശിഷ്ടാതിഥിയായി കിട്ടാൻ സാധ്യതയുണ്ട്. പരിശുദ്ധ ബാവതിരുമേനി അനുഗ്രഹിച്ച് അനുവദിക്കുകയാണെങ്കിൽ ഒരു സന്ധ്യ ഇവിടെ ചെലവഴിച്ച് നവതിയുടെ ഒരു മുഖം വർണ്ണാഭമാക്കാം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. വളരെ തിരക്കുള്ള പരിശുദ്ധ ബാവതിരുമേനി ഉടനെ തന്നെ മഹാമനസ്കതയോടെ അത് സമ്മതിച്ചു. തടാകത്തിൽ ആചാര്യെ വിളിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വീഡിയോ ഓൺലൈൻ മീറ്റിംഗ് സംഘയുടെ അംഗങ്ങളുമായിട്ട് ഇടപഴകുവാൻ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് തന്നെ എനിക്ക് സാധിക്കണമെന്ന് പറഞ്ഞു. അവരുമായിട്ട് സംസാരിച്ചു. വളരെ സന്തോഷത്തോടെ അവരത് ഉൾക്കൊണ്ടു. കോയമ്പത്തൂർ പള്ളിയിൽ വികാരിയച്ഛനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഈ പ്രദേശത്തുള്ള ആളുകൾ 10 പേരെങ്കിലും വരണമെങ്കിൽ ഒരു പ്രവൃത്തി ദിനത്തിൽ അവിടെ വെച്ച് നടക്കാൻ ഒക്കുകയാണെങ്കിൽ എല്ലാവർക്കും സൗകര്യമായിരിക്കും. ഓഫീസ് കഴിഞ്ഞ് വരുന്ന ഒരു സന്ധ്യയ്ക്ക് ഇന്നത്തെ പോലെ സന്ധ്യാനമസ്കാരം കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ആ സമയത്ത് എല്ലാവരും അകത്ത് കയറുമ്പോൾ ആ കത്തീഡ്രൽ വെച്ച് ഈ ഒരു സമ്മേളനം നടത്താം എന്നാണ് ആഗ്രഹിച്ചത്. പ്രായോഗികമായിട്ട് അവിടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. പക്ഷെ ഞാൻ ബോംബെയിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
സംഘായിലെ അംഗങ്ങളെ ഫോണിൽ ഓൺലൈനിൽ ബന്ധപ്പെടാനിടയായി. ആ ഒരു സാഹചര്യം അവതരിപ്പിച്ചപ്പം അവരെല്ലാം കൂടെ ഒറ്റ വാക്ക് പറഞ്ഞു, തിരുമേനി നമുക്ക് ഇവിടെ ആശ്രമത്തിൽ തന്നെ ആ സമ്മേളനം കൂടാം. ഇതെങ്ങനെ സാധിക്കും, എത്ര പേർക്ക് വരാനൊക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ സന്ദേഹമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അന്നത്തെ നമ്മുടെ ഗവർണിംഗ് ബോർഡ് ചില മെമ്പേഴ്സ്മാരകത്ത് കൂടിയിരുന്നു. അതിൽ നന്നേ ചെറുപ്പക്കാരനായിട്ടുള്ള കമ്പാരിറ്റീവ്ലി ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, തിരുമേനി ഇങ്ങനെ സംസാരിച്ചല്ലോ, നമുക്ക് തടാകത്തിൽ വെച്ച് തന്നെ നടത്താം. ദൈവം അനുവദിച്ചാൽ അത് കുറെ കൂടെ വിപുലമായിട്ട് ചെയ്തക്കവണ്ണം എന്നാൽ കഴിവത് ചെയ്യാം. അന്ന് മുതൽ ആ വ്യക്തി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു. കോയമ്പത്തൂരുള്ള ആളല്ല, തിരുവനന്തപുരത്ത് ജനിച്ച് ബാംഗ്ലൂരിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി. ഇവിടെ സംഘയിലെ ആളുകളുമായിട്ട് വൈദികരും പ്രിയപ്പെട്ട ശമാശമാരും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇതിൻ്റെ സാധ്യത മുഴുവൻ അന്വേഷിച്ചു. ഈ പ്രദേശത്തുള്ള മലബാർ ഭദ്രാസനത്തിലെ കൂടുതലും ചെന്നൈ ഭദ്രാസനത്തിലെ ഏതാനും പള്ളികൾ ഇവിടെയുണ്ട്. അവിടുത്തെ വൈദികരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ പോലെ ഒരു സന്ധ്യയിൽ ഇങ്ങനെ കാര്യം ചെയ്യാമെന്ന് വെച്ചു. അതിൻ്റെ ഫലമാണ് നിങ്ങളും ഞാനും ഈ പരിശുദ്ധ ഭാവതിരുമയുടെ സാന്നിധ്യത്തിലും നേതൃത്വത്തിലും ഈ നവതി ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയമില്ല. ഞാൻ ഇടയ്ക്ക് വളരെയധികം യാത്രയിലൊക്കെയാണ്. ഈ ആശ്രമത്തെക്കുറിച്ചൊരു ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടു. ഇത്ര മനോഹരമായിട്ട് അത് ആവിഷ്കരിച്ചു. ഇവിടുത്തെ അംഗങ്ങളും സ്നേഹിതരും കൂടി ചേർന്ന് ചെയ്തതാണ്. അതുകൂടാതെ 400 കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്ന് വന്നപ്പം ചാപ്പലും ആ പരിസരവും എല്ലാം പന്തലിട്ട് ക്രമീകരിക്കാമെന്ന് അഭിപ്രായം വന്നു. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഏക സ്വപ്നം. ഓരോ ഓൺലൈൻ മീറ്റിംഗ് കൂടിയപ്പം ഇവിടെ ജിജോ അച്ഛൻ, തെങ്കരയുള്ള അച്ഛനാണെന്ന എൻ്റെ ഓർമ്മ, ശബ്ദം കേട്ടിട്ട് തിരുമേനി നമുക്കിവിടെ മരത്തിൻ്റെ ചുവട്ടിൽ സുന്ദരമായിട്ട് സമ്മേളനം കൂടാം, പന്തലൊന്നും ആവശ്യമില്ല. മറ്റൊരച്ഛൻ പറഞ്ഞു ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും. ഞാനതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മഴ വരികയാണെങ്കിൽ ചാപ്പലിൽ തന്നെ മീറ്റിംഗ് കൂടാം, അപ്പുറത്തെ ഹോളിൽ ഒരു സ്ക്രീനും കൂടെ വെച്ചാൽ അതിലേക്കും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം, ബാക്കിയുള്ളവർ അവിടെ ഇരിക്കും, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഇരാം. കാരണം എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷത്തോടെ കേട്ട ഒരു ശബ്ദമാണ്, ഇങ്ങനെ പുറത്ത് ഇത്രയും ഒരു സൗകര്യത്തിൽ നമുക്ക് കാര്യം നിർവഹിക്കാനൊക്കെ. ചാപ്പലിൽ ഇടുങ്ങിയിരുന്ന് ശ്വാസം മുട്ടി ഇരിക്കുന്നതാണോ ഈ പ്രകൃതി സുന്ദരമായ മണ്ണിൽ ബിഷപ്പ് വാൾഷൊക്കെ വല്ലപ്പോഴും ശാന്തമായി ധ്യാനത്തിലും പ്രാർത്ഥനയും ചെലവഴിച്ചിരുന്നു. അനേക ആയിരങ്ങൾ പല നാളുകളായിട്ട് ഈ പ്രദേശത്ത് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിച്ചിരുന്ന ഈ മണ്ണിൽ പ്രകൃതി സൗന്ദര്യം കടപൊഴുകി ഒഴുകുന്ന ഇവിടെ നമുക്ക് ഈ സന്ധ്യയ്ക്ക് ഈ പിതാവിൻ്റെ കൊടുക്കീഴിൽ ഒരുമിച്ച് അണിനിരക്കാൻ സാധിച്ചിരിക്കും. ഞാനിത് എടുത്തു പറയാൻ കാരണം പല മീറ്റിങ്ങുകൾക്കും പല ആലോചനകൾക്കും ധാരാളം പേര് കാണും. സജീവമായി ചില ചിന്തകൾ കൊടുക്കാൻ, താല്പര്യപൂർവ്വം ചില കാര്യങ്ങൾ രൂപത്തിലാക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ബിഷപ്പ് വാൾഷിനെ കുറിച്ചോ ഡോക്ടർ സക്കറിയ സ്തെഫോലിസിനെ കുറിച്ചോ ഈ സ്ഥാപനം വളരുന്നതും ഉയർന്നുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞു. റീസണി സംസാരിച്ചു. പരിശുദ്ധ ഭാവതിരുമയുടെ വിലപ്പെട്ട വാക്കുകൾ കേൾക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുകയാണ്. നവതിയുടെ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുന്നു. സെന്റിനറിക്ക് ഞാൻ കാണുകയില്ല, പക്ഷെ നിങ്ങൾക്ക് പലർക്കും പങ്കെടുക്കാനാകും. നവതി വരെ തരക്കേടില്ലാത്ത ഒരു യാത്രയായിരുന്നെന്ന ഇവിടുത്തെ അവതരണം. ഇവിടെ ആശ്രമം തുടങ്ങുമ്പോൾ ബിഷപ്പ് വാൽഷനും കൂട്ടുകാർക്കും ശിഷ്യന്മാർക്കും ഒക്കെ ഉണ്ടായിരുന്ന ചിന്ത, ഇവിടെ 2 തടാകം ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടായിരുന്നു, പെരിയ തടാകവും ചിന്ന തടാകവും. അവിടുത്തെ വെള്ളം കുറഞ്ഞതുപോലെ
ആശ്രമത്തിലെ വെള്ളം വറ്റിയ കഥകളുണ്ട്. പക്ഷെ കുറച്ച് നാളായിട്ട് ഡോക്ടർ ഫിലിപ്പോസ് സക്രിയ സൈഫുൽ സെമേനി ഇവിടെ കബറടങ്ങിയ ശേഷം പുതിയ നീരുറവ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ആദ്യകാലങ്ങളിലൊന്നും അധികം വന്നിട്ടില്ലാത്ത ഒരാളാണ് നമ്മൾക്ക് ഈ നവതി തിരക്കേടില്ലാതെ നടത്താമെന്ന് വിചാരിച്ചു. അത് തൈഫുൽ സിനിമയോടുള്ള മമതയിലാണ് അത് ഈ പ്രദേശത്ത് കൂടുതലായിട്ട് വന്നതെന്ന് എൻ്റെ ചിന്ത. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ബഹുടിയുണ്ട് ശ്രീ അലക്സ്. എത്ര പോയിട്ട് പൂജിച്ചാലും തിരികലാത്ത ഒരു കടപ്പാടായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേര് ഒരു വിധത്തിലും ഇവിടെ എത്തുകയില്ല. ഞാൻ അദ്ദേഹത്തെ ദൈവമാക്കാനുള്ള ഒരു ശ്രമത്തിലൊന്നുമല്ല. നാളെ ഈ ആശ്രമം എങ്ങനെയായിരിക്കണം? കൂർലോസ് മെത്രാച്ചൻ പടിയിറങ്ങിയെന്ന് വരും, ഇവിടുന്ന് അപ്രത്യക്ഷമായെന്ന് വരും. ഇവിടെ ഒരാളിലോ രണ്ടു പേരിലോ തങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇതുപോലൊരു ആശ്രമ പ്രസ്ഥാനം. ബിഷപ്പ് വാൽഷിന്റെ പകുതി പ്രായത്തിലുള്ള ഒരു സൈക്കിളിൽ അദ്ദേഹം ചവിട്ടി കഷ്ടപ്പെട്ട് ഈ തെരുവിലേക്കും ഈ വില്ലേജിലേക്കും പോകുമ്പോൾ നാട്ടുകാർ പറഞ്ഞിരുന്നത് അദ്ദേഹത്തെക്കാൾ ആ സൈക്കിളിനറിയാൻ വഴി ഇവിടുത്തെ ചേരിയിലേക്ക് പോകാൻ. ബിഷപ്പ് വാൽഷിന്റെ നിക്കറ് 2 മറ്റോ ഉണ്ടായിരുന്നേ. ഒന്ന് കഴുകിയിടുമ്പം മുറ്റത്തെടുത്തിടും, അത് ചവിളുമ്പം തിരിച്ചിടും. മുഴുവൻ തുന്നി തയ്ച്ചതായിരുന്നു. അയർലൻഡിലെ വലിയ കുലീന കുടുംബത്തിൽ പിറന്നവൻ തൻ്റെ സമ്പാദ്യം നേടിയിട്ട് ഇവിടെ വന്ന് ഈ മണ്ണും സ്കൂളും ആശുപത്രിയും എല്ലാം നിൽക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണ്. ചങ്കരിയിൽ അതുപോലെ ഒരു നല്ല പ്രദേശം. അടപ്പാടിയോടടുത്ത് ഈ പോകുന്ന വഴിക്ക് 1000-ലേറെ ഏക്കർ സ്ഥലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമ്പാദിച്ചതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അന്ന് തന്നെ ഞാൻ വലിയ തൈഫുൽ സിനിമേനി ഡോക്ടർ ഫിലിപ്പോസ് തൈഫുൽ സിനിമേനി പറഞ്ഞിട്ട് ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആചാര്യ ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നു. അച്ഛനും കൂടെ വരണം, ഇന്നെന്നെ ഓഫീസിൽ പോകാനാണ്. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ കാര്യം? പറഞ്ഞു, നമുക്ക് 10,000 കൂടുതൽ ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ കുറേ എണ്ണം അന്യാധീനപ്പെട്ടു പോയി. ആനകളുടെ ശല്യമുണ്ട്. ചിലർ സ്ഥലം കവർന്നെടുത്തു. ഇനി 100 ഏക്കർ സ്ഥലമുള്ള അത് വിറ്റിട്ട് കിട്ടുന്നത് വാങ്ങിച്ചാൽ അതേലും ഉണ്ടാവും. ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, അച്ഛാ അത് കളയാതെ അതൊന്ന് സൂക്ഷിച്ചേ, നമുക്ക് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്താം. ആ 1000 ഏക്കറിന് പകരം 100 ഏക്കറോ 10 ഏക്കറോ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്നാ? നോക്കാൻ ആളില്ല, കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവരില്ല. ഇത് തന്നെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടും നമുക്ക്. നിങ്ങളോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇവിടെ ആനയാണ് അമ്പാരിയാണെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം അല്ല, ഈ സഭയുടെ ശക്തി നോക്കിയാൽ, മസിൽ പവർ നോക്കിയാൽ, ഈ ഉള്ളതൊക്കെ വിപുലമാക്കിയാൽ അത്ഭുതകരമായ കാര്യമായി. നിങ്ങൾ നോക്കിയേ, ഏതാനും ദിവസങ്ങൾ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചപ്പോൾ ഒരുപിടി സന്യാസിമാര് അല്ലെങ്കിൽ വിവാഹിതര്, ഇവിടെ റിജോച്ചൻ വിവാഹിതനാണ്, ഉത്സാഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് തരക്കേടില്ലാതെ അതിമനോഹരമായി ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടാക്കിയത്. ഏതാനും പേര് ശ്രമിച്ചപ്പോഴാണ് 100 കണക്കിന് ആളുകൾ ഈ സന്ധ്യയ്ക്ക് ഇവിടെ ചെലവഴിക്കുന്നത്. ഇന്ന് വെളുപ്പിനെ യാത്ര ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. പാതിരാത്രി ആയാലും വീട്ടിൽ ചെല്ലുകയാണെന്നും എനിക്കറിയാം. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ കാര്യം എന്നാ? ചിലർ പ്രത്യേകമായിട്ട് ഉത്സാഹിച്ചു. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാര് അവരവരുടെ ഇടവുകളിൽ താല്പര്യപൂർവ്വം ഈ കാര്യം അവതരിപ്പിച്ചു. നമുക്കൊരു സങ്കടമേ ഉള്ളൂ, ആർച്ച് ബിഷപ്പ് അമേരിക്കയിൽ നിന്ന് വരാമെന്ന് താല്പര്യപ്പെട്ടിരുന്ന. ഞാൻ ഈ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് പോയി. അതിന് മുമ്പ് അദ്ദേഹമായിട്ട് കറസ്പോണ്ടൻസ് നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നില്ലെന്നാണ് വിചാരിച്ച്. അവസാനം അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്ന് നേരിട്ട് കാണണം. വിറയ്ക്കുന്ന തണുപ്പായിരുന്നു. എങ്കിലും ഞാൻ മൈലുകൾ താണ്ടി അവിടെ പോയി.
ഉച്ചയ്ക്ക് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഒരു ദിവസം മെനക്കേടായിരുന്നു, എല്ലാം ഏർപ്പാട് ചെയ്ത. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ വിസ കിട്ടിയില്ല. ബോംബെയിലെ സുപ്രധാനമായിട്ടുള്ള മീറ്റിങ്ങിൽ നമ്മുടെ നാഗ്പൂർ സെമിനാരിയുടെ കോൺവൊക്കേഷൻ മെയിൻ അഡ്രസ്സ് ഇവിടെ ഈ നവതി ആഘോഷത്തിൽ വിശേഷാതിഥിയായിട്ട് കേരളത്തിലേക്ക് പോയി നമ്മുടെ പരിശുദ്ധ ബാബതിരുമയുടെ വസതി, മലങ്കര സഭയുടെ ആസ്ഥാനം, പരിമല കബറിടം, കോട്ടയം സെമിനാരി എല്ലാം വിസിറ്റ് ചെയ്യാനായിട്ട് 10 ദിവസത്തെ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. അദ്ദേഹം വരാത്തില്ല. അദ്ദേഹത്തിന് അതായ വല്ലാത്ത ദുഃഖമുണ്ട്. ഞങ്ങൾക്ക് സംഘാടകർക്ക് അതിനേക്കാൾ കൂടുതൽ. പക്ഷേ പരിശുദ്ധ ബാബതിരുമേനി മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഈ സമ്മേളനത്തെ ധന്യമാക്കുമ്പോൾ ഈ ആശ്രമത്തിന് നിറഞ്ഞ സംതൃപ്തിയാണ്. അദ്ദേഹം വന്ന മറ്റൊരവസരത്തിൽ അങ്ങനെയുള്ളവരെ ആചരിക്കാനും ആദരിക്കാനും ഉള്ള വിലപ്പെട്ട അവസരം ഉണ്ടാവും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ആശ്രമത്തെ എങ്ങനെ വളർത്തിയെടുക്കാനൊക്കെ. നിങ്ങൾ ഈ സന്ധ്യയ്ക്ക് ഇവിടെ സമർപ്പണത്തോടെ ഇരിക്കുന്ന പോലെ, പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശം ഏറ്റുവാങ്ങുന്നത് പോലെ, ഈ ഒരു കൂട്ടായ്മയുടെ ഊഷ്മളത ദൈവകൃപയിൽ ആനന്ദിച്ച് പരിശുദ്ധാത്മ വ്യാപാരത്താൽ ആനന്ദത്തോടെ ഉൾക്കൊള്ളുന്നത് പോലെ ധന്യമായി ഈ ആശ്രമം വളരണം, ഉയരണം എന്നാഗ്രഹിച്ച് അണ്ണാൻ കുഞ്ഞും തന്നാലായതുപോലെ എന്ന് പറയുന്ന പോലെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നതിൽ തേവല സിനിമയുടെ സമയത്ത് അതിമനോഹരമായ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. കുറേ ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാം. ഏതാനും ദിവസങ്ങളിലെ പരിപാടികൾ പങ്കെടുക്കാം. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സന്യാസ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി അച്ഛൻ മത്തായച്ചൻ ബദനി ആശ്രമത്തിലെ സീനിയർ ഒരു വൈദികനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവിടെ വെച്ച് ആശ്രമത്തിൻ്റെ അടുത്ത സമ്മേളനം ഏപ്രിൽ മാസത്തിൽ നടത്താനൊക്കെ പോകും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സംഘമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ പറയാം. അനേകർ താല്പര്യപ്പെടുന്നുണ്ട് ഒരു ദിവസം അന്തി ഉറങ്ങാൻ, അല്പസമയം ഈ ചാപ്പലിൽ ചിലവഴിക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് 2 വാക്ക് പറയാൻ, നല്ല ഒരു കൂട്ടായ്മ ആചരിക്കാൻ. നിങ്ങൾ വളരെ ദൂരെ നിന്ന് വന്നു, വല്ലപ്പോഴും ഒരു യാത്ര വരുമ്പോൾ ഒരു ബസ് നിറച്ച് വന്നാൽ ഇവിടെ ആളുകൾക്ക് താമസിക്കാനൊക്കെ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ വന്നാൽ ഇവിടുത്തെ സന്യാസിമാരോട് പറയണം, ഞങ്ങൾക്ക് 3 ദിവസത്തെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വേദ പഠനത്തിനും കൂട്ടായ്മയ്ക്കുമായിട്ട് ഞങ്ങൾക്ക് അവസരം തരണം. നല്ല ഒരു കോൺഫറൻസിൻ്റെ ശൈലിയിൽ 10 പരിപാടി ഇവിടെ നടത്തിക്കുക. എൻ്റെ വിശേഷത വർദ്ധിക്കും. ഈ പഠനത്തിൽ 100 കണക്കിന് ചെറുപ്പക്കാരുണ്ട്. ഇവിടുത്തെ സന്യാസിമാർ ഉത്സാഹിച്ചാൽ അത് നടക്കാനുള്ളതേ ഉള്ളൂ. അത് അവരുടെ മനസ്സിൽ തോന്നണം. തോന്നിയാൽ തമ്പുരാന് എത്രയോ താല്പര്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് മാറി ഇവിടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കഴിയുന്ന അവർക്ക് ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുകയില്ല. അത്ര മനോഹരമായൊരു സ്ഥലമാണെന്ന് ഞാനെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവരൊരു കൊച്ചു റൂമിലോ ഒരു ഹോസ്റ്റലിലോ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരുന്നു. ഇവിടുത്തെ കൊച്ചു ഭക്ഷണമാണെങ്കിലും ചെറിയ സംഗതികളാണെങ്കിലും ഈ ഒരു അന്തരീക്ഷത്തിൽ അവർ സന്തോഷിക്കാം. അവരുടെ കോൺട്രിബ്യൂഷൻ വിലപ്പെട്ടതായിരിക്കാം. അല്പസമയം ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷവും മറക്കുകയില്ല. ഏത് പ്രായത്തിലുള്ളവരും ഇവിടെ കടന്നു വന്ന്, ഞാനിവിടെ പലപ്പോഴും ബിഷപ്പാൽഷിനെ ഞാൻ കണ്ടിട്ടില്ല, മമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മാസ് ബ്രെഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ കൈകൾ കൊണ്ട് വിളമ്പി തന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവശതയായിരുന്നു. ഞാൻ ഈ ഗാർഡനിൽ പണിതിട്ടുണ്ട്, തിരുമേനിയും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ വരുന്നവരൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറേ നേരം ഗാർഡനിലൊക്കെ വർക്ക് ചെയ്യാം. സന്ധ്യയ്ക്ക് ഈവൻ ടീ കഴിഞ്ഞാലും സ്വല്പസമയം വർക്ക് ചെയ്യാം. എല്ലാവരുടെയും പങ്കാളിത്തമാണ്. ബിഷപ്പാൽഷെന്ന് മാത്രം തമാശ പറയുമായിരുന്നാണ് കേട്ടിരിക്കുന്നത്. ബിഷപ്പാൽഷനുണ്ടായ ഒരു പ്രത്യേക അനുഭവം കൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം ഒരു സമ്മേളനത്തിന് പോയപ്പം അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരാൾ ഒരു പാൻസിനും ഒരു ഷർട്ടിനുമുള്ള തുണി കൊടുത്തു സമ്മാനം.
അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. പക്ഷെ നിരസിക്കാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിനില്ലായിരുന്നു. പൊതിഞ്ഞ് കെട്ടി ഇവിടെ വന്നപ്പം മമ്മ അത് കണ്ടു. ഇതെന്നാ ഈ പൊതിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആരോ ഒരാൾ എനിക്കൊരു സമ്മാനം തന്നതാ. അത് നോക്കിയപ്പോൾ മനസ്സിലായി പാൻറ് ഷർട്ടുമാണ്. തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ബിഷപ്പാഴ്ച അത് ധരിച്ചിട്ടില്ല. അത്ര സിമ്പിളായിട്ട് കഴിഞ്ഞ ഒരുവൻ, അത്ര ഉന്നതനായ ഒരു വ്യക്തി മലങ്കര സഭയുടെ സ്വരിയൻ ലിറ്റർജിയെക്കുറിച്ച് ആധികാരികമായിട്ട് വളരെ മനോഹരമായി ഒരു ചെറിയ ഗ്രന്ഥം പുറപ്പെടുവിച്ചപ്പോഴാണ് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളത് വായിച്ച് ഈ ലിറ്റർജിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. ഞാൻ മണിക്കൂറുകൾ പറഞ്ഞാലും തീരുകയില്ല. പരിശുദ്ധ ബാവാതിരുവേണ്ട ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ഇരിക്കുക. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങളെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാമോ? ഇവിടെ കുറച്ച് സന്യാസി സമൂഹമുണ്ട്. അവർ വലിയ സമയം പോകാത്തവരുണ്ടായിരുന്നു. അന്നത്തെ ആചാര്യ എന്നോട് പറഞ്ഞു ഇവർക്ക് പട്ടം കൊടുക്കണം. ഞാൻ പറഞ്ഞു ചെയ്യല, ഏതെങ്കിലും സമയം പഠിച്ചിട്ടേ അവർക്ക് പട്ടം കൊടുക്കുകയുള്ളൂ. കാരണം അവർ അംഗീകരിക്കപ്പെട്ട വൈദികരായിരിക്കണം. അത് സാധിച്ചു. അവരെല്ലാം ഗ്രാജുവേറ്റ്സ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാം നിറവായവരല്ല. പക്ഷെ എന്താണ് സന്യാസം? എന്താണ് ഇതുപോലെ ഉന്നതരുടെ കൂടെ അവരുടെ നിഴലിൽ വളരാൻ സാധിച്ചുള്ളൊരു സാധ്യത? കണ്ടുമുട്ടുന്ന ചെറുപ്പക്കാരെ കുരിശിങ്കിലേക്കും കുരിശിൻ്റെ ഉടവനായ ക്രിസ്തുവിലേക്കും ഉയർത്തെഴുന്നേറ്റവൻ്റെ രക്ഷയുടെ വലിയ അനുഭവത്തിലും മാർത്തോമായ്ക്ക് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നിറഞ്ഞ മുഹൂർത്തത്തിലേക്കും വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ ശബ്ദമാണ്. അവർക്കെല്ലാം അതിന് യോഗ്യതയുണ്ട്. യോഗ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും എന്നാൽ അയോഗ്യരാണെന്ന് വിനയപൂർവ്വം സമ്മതിക്കുകയും രക്ഷകൻ്റെ കരുതലിൽ പുതിയ നീക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ വളരെ വേണ്ടപ്പെട്ട നാടുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാനൊക്കെ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ വിളയും ഈ മണ്ണിൽ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട ഇന്നിവിടെ വന്നത്. നിങ്ങൾ ഓരോരുത്തരെയും തൊട്ട് വന്ദനം ചൊല്ലാനും ഈ ആശ്രമത്തെ പ്രതി നന്ദി പറയാനും ഈ പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങൾക്ക് ഉറപ്പുള്ളതാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും ഞാൻ സമയം ചെലവഴിക്കുക. അവരെത്ര നിറവോടെയാണ് നിങ്ങളുടെ ഇവിടുത്തെ സാന്നിധ്യം കരുതലോടെ വീക്ഷിക്കുന്നത്. നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. അനുഗ്രഹകരമായ ഒരു നാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അറ്റ്ലാന്റിക് കപ്പൽ ആവേശത്തോടെ യാത്ര ആരംഭിച്ചു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കടലിൻ്റെ ആഴത്തിലേക്ക് പോയി. അതിൻ്റെ മിച്ചം എന്നാ ഉണ്ടെന്ന് നോക്കാൻ പോയ അടുത്ത നാളിലെ ഏതാനും പേര് തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ ഇവരുടെ അസ്ഥികൾ നിറഞ്ഞ ഈ സ്ഥലത്ത് അന്വേഷണമായിട്ട് വരുന്നവർക്ക് അവരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് മാത്രമാണ്. അവരാരാധിച്ച ശിവന ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അവരുയർത്തിക്കാട്ടിയ പൗരസ്ത്യ ആരാധനയുടെ മഹത്വം ഉൾക്കൊള്ളാൻ സാധിക്കും. അവർ യാത്ര ചെയ്ത പാതയിൽ വിശിഷ്ടമായിട്ട് നീങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാം ലക്ഷ്യം രക്ഷകൻ്റെ രണ്ടാമത്തെ വരവാണ്. അതിനായിട്ട് നോക്കി പാർക്കുന്നുവെന്ന് സ്വല്പം മുമ്പേ ഏറ്റുപറഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അത് സത്യമായിട്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഇവരെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ ഈ തടാകമാശ്രമം വെള്ളം കൊണ്ട് നിറയും, കൃപകൾ കൊണ്ട് അലങ്കരിക്കപ്പെടും, ദൈവിക ദർശനത്താൽ സമ്പന്നമാക്കപ്പെടും. അതിന് നിങ്ങളുടെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തു. വ്യക്തിപരമായി എൻ്റെ ക്ഷണക്കത്ത് എൻ്റെ വേർതിരിച്ചു, അപേക്ഷ വേർതിരിച്ചു. നിങ്ങൾ ഈ ആശ്രമത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണം. പലപ്പോഴും ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമല്ല, നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. ഒരു കൊല്ലം നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച മറ്റേതൊരു അവസരത്തിൽ നിങ്ങൾ തിരിഞ്ഞു വന്ന് നോക്കുക. ഈ ആശ്രമം എത്ര മെച്ചമായിട്ട് പുതിയ ശാഖകൾ പടർന്ന് പുതിയ പുഷ്പങ്ങൾ വിരിയിച്ച് പുതിയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് കൂടുതൽ ശോഭയോടെ നിൽക്കും. അതിൽ ദൈവം പ്രീതനാകും, സഭയ്ക്ക് അഭിമാനമുണ്ടാകും. പോലുള്ള പരിശുദ്ധ പിതാക്കന്മാർ നമ്മളെ ആശീർവദിക്കും. ആ ഭാഗ്യത്തിലേക്ക് നമ്മെ ഇതുവരെ നയിച്ച ദൈവം പല മടങ്ങായിട്ട് ശക്തിയോടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇത് ഉദ്ഘാടനം ചെയ്യുവാനുള്ള പരിശുദ്ധ ബാവാതിരുമയുടെ വാക്കുകൾ നമ്മളെ സമ്പന്നമാക്കട്ടെ എന്ന് യാചിച്ചു. നിങ്ങൾ കടന്നു വന്നതിൽ നിങ്ങളുള്ള നന്ദി രേഖപ്പെടുത്തിയ ഇത് അവസാനത്തെ സന്ദർശനമായിട്ടല്ല, ഇതൊരു പുതിയ ആരംഭം കുറിക്കുന്ന അവസരമായിട്ട് തീരണം
എന്ന സ്നേഹപൂർവ്വം വീണ്ടും അഭ്യർത്ഥിച്ചു. ഈ ആശ്രമത്തിലെ അംഗങ്ങളെ ദൈവസന്നിധി സമർപ്പിപ്പാനും ആശ്രമത്തിലെ അംഗങ്ങൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി രൂപാന്തരപ്പെടുവാനും ദൈവകൃപയുണ്ടാവുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ വഴി നയിക്കട്ടെ. നിങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മലങ്കര ഈ ഒരാഴ്ചയായിട്ട് പരിശുദ്ധ ഭാഗത്തിനുണ്ട് പരിപാടി ഞാൻ ഒപ്പം നിന്ന് കാണുന്നുണ്ട്. 4 മണിക്കൂർ സ്വസ്ഥമായിട്ട് ഉറങ്ങിയ ഒറ്റ രാത്രിയില്ല. ഇന്നത്തെ യാത്ര പറഞ്ഞാൽ ഇനി ഞാൻ സമയമെടുക്കും. ഞാനത് ശ്രമിക്കുന്നില്ല. കടപ്പാടുണ്ട്, ആദരവുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുള്ള ഒരു പിതാവാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് നാളത്തെ കാൽവെപ്പുകൾ നടത്തേണ്ടത്. ദൈവം ആ കൃപയിൽ നമ്മളെ വഴി നയിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ. Thank you for the meaningful presidential address, Your Grace. The deep connection Your Grace shares with this ashram, its journey, and your leadership in the church gives us immense strength as we celebrate this milestone. അഭിവന്യ കൂർലോസ് തിരുമേനിയുടെ വിലയേറിയ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. Here we have reached the most auspicious moment of this grand gathering. It is our incredible honor to have with us His Holiness Vesalios Marthoma Matthews III, the Supreme Head of Malankara Orthodox Syrian Church. Your Holiness, your presence here today is a direct blessing from the throne of Saint Thomas, a divine light that strengthens the root of this ashram. നമ്മുടെ ഈ നവതി ആഘോഷങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിയെ അത്യന്തം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഗീവറീസ് മാർ കൂറിലോസ് തിരുമേനി, ഈ സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കുന്ന സർവശ്രീ VKB സുന്ദർ രാജ്, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ജിബിൻ ഫിലിപ്പ് അച്ഛൻ, നന്ദി പ്രകാശിപ്പിക്കുന്ന ഈ ആശ്രമത്തിൻ്റെ ആചാര്യ ബഹുമാനപ്പെട്ട മഹേഷ് പോളച്ചൻ, വന്യ റംബാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠരെ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളും, തടാകമാശ്രമം അതിൻ്റെ നവതി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആരംഭിക്കുന്ന ദിവസമാണിന്ന് എന്ന് അഭിവന്യ കൂർലോസ് തിരുമേനി ഓർപ്പിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതിൽ സംബന്ധിക്കാൻ ഒരവസരം കിട്ടുന്നത് ഒരു സന്തോഷമായിട്ട് കണക്കാക്കുന്നു. 1976 വൈദിക സെമിനാരിയിലെ 4 ശമ്മാശന്മാരിൽ ഒരുവനായിട്ട് ഈ തടാക ആശ്രമത്തിൽ ഞാൻ വരുന്നത്. അന്ന് ഞങ്ങളുടെ അധ്യാപകനായിരുന്ന പീലിപ്പോസ് മാർ യോസേബിയോസ് തിരുമേനി, അന്ന് പീലിപ്പോസ് അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ നിർബന്ധം മുഖാന്തരമാണ് ശമ്മാശന്മാരായി കഴിഞ്ഞ് അവധിക്കാലം അടുത്ത ഫൈനൽ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചെലവഴിക്കുവാനായിട്ട് അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അന്ന് ഇവിടെ വരുന്നതായ സമയത്ത് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ ഇവിടെയുണ്ട്. വർഗീസ് അച്ഛനുമായിട്ടും അതുപോലെ അന്ന് ഇതിവിടെ ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനുമായിട്ടും ഒരുമിച്ച് 2 മാസം ചെലവഴിക്കാൻ കഴിഞ്ഞ സന്ദർഭം വളരെ ഹൃദയംഗമായി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന
ഒരു അനുഭവമാണ്. അന്ന് ബഹുമാനപ്പെട്ട പീലിപ്പോസ് അച്ഛൻ അല്ലെങ്കിൽ യൗസേബിയൂസ് തിരുമേനി ഞങ്ങളോട് പറഞ്ഞു, അത് നിങ്ങൾ പോയി ഒന്ന് കണ്ടതിന് ശേഷം എനിക്കൊരു റിപ്പോർട്ട് തരണം. അദ്ദേഹം അന്ന് ആചാര്യ അല്ല, അദ്ദേഹം ഇതിൻ്റെ മെമ്പർ മാത്രമാണ്. അന്ന് വർഗീസ് അച്ഛൻ ഉള്ളതുകൊണ്ട് അദ്ദേഹമാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത്. ഇവിടെ അന്ന് ചില വിദ്യാർത്ഥി കോൺഫറൻസൊക്കെ കോയമ്പത്തൂർ ഇടവകയിൽപ്പെട്ടവരുടെ നടക്കുന്നു. അതിൽ ഞങ്ങൾ ഭാഗവാക്കായത് ഓർക്കുന്നുണ്ട്. അന്ന് ഈ സ്ഥാപനത്തെക്കുറിച്ച് വളരെ ഒരു പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുണ്ടായത്. അത് വിശദമായി ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനോട് സംസാരിക്കുകയുണ്ട്. അവസാനം ഞങ്ങൾ പോകുന്ന സമയത്ത് വർഗീസ് അച്ഛൻ പറഞ്ഞു, ഷമ്മാശൻ വൈദിക സെമിനാരി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം ഇവിടെ വരണമെന്ന്. അത് നല്ല ഒരു ക്ഷണമായിരുന്നെങ്കിലും വൈദിക സെമിനാരി പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം വിദേശ പഠനത്തിന് പോവുകയാണ്. അങ്ങനെ ഇവിടെ വരുവാൻ ഇടയായില്ല. പിന്നെ അനേക സന്ദർഭങ്ങളിൽ ഇവിടെ വരുവാനും പ്രവർത്തിക്കുവാനും ചില ദിവസങ്ങളൊക്കെ ചെലവഴിക്കുവാനും സാധിച്ച അവസരങ്ങളുണ്ട്. ഇതൊരു വലിയ കാലഘട്ടത്തിൻ്റെ സാക്ഷ്യമാണ്. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ അഥവാ ശുശ്രൂഷയുടെ ലിറ്റർജി ആഫ്റ്റർ ദി ലിറ്റർജി എന്ന് പറയുന്ന മനുഷ്യ സേവനത്തിന് മനുഷ്യൻ കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പരിശുദ്ധ പരിമല തിരുമേനി ആരംഭിച്ച ആ ഒരു സന്ദേശം തീണ്ടിലും തൊടിയിലും ഉണ്ടായിരുന്ന കാലത്ത് മറ്റുള്ളവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കേണ്ടത് സഭയുടെ ദൗത്യമാണ് എന്ന് പഠിപ്പിക്കുകയും അത് അതേപടി ആചരിക്കുകയും ചെയ്തയാൾ പരിശുദ്ധ പരിമല തിരുമേനി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിന് ശേഷം മലങ്കര സഭയിൽ അത് തുടർന്നു കൊണ്ടുപോയ ആളാണ് അൽവാറിസ് മാർ യൂലിയോസ് തിരുമേനി. അദ്ദേഹം പ്രത്യേകിച്ചും ഗോവ കേന്ദ്രമാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ 1924 ശ്ലീബാദാസ സമൂഹം സ്ഥാപിച്ച് 1968 വരെ ആ ശ്ലീബാദാസ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിമല തിരുമേനിയുടെയും അൽവാറിസ് യൂലിയോസ് തിരുമേനിയുടെയും പാത പിന്തുടർന്ന് പത്രോസ് ഒസ്താത്യോസ് തിരുമേനി നിർവഹിക്കുന്ന അതേ കാലഘട്ടത്തിലാണ് 1936 മുതൽ 1959 വരെ ബിഷപ്പ് പെൽക്കനാം ഭാഷ ഇവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കും. ഞാനിത് പറയുവാൻ കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു വലിയ പൂർവാർദ്ധം എന്ന് പറയുന്ന കാലഘട്ടം വലിയൊരു മിഷനറി പ്രസ്ഥാനത്തിൻ്റെ തേരോട്ടമായിരുന്നു. അതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതായ വ്യക്തികളെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിൽ കേരളത്തിന് വെളിയിൽ പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ ഈ ഒരു ശുശ്രൂഷ ആരംഭിച്ചത് ഒരു വലിയ ദൈവനിയോഗമാണ്.
ബിഷപ്പ് ബെൽഹൽമാൻ വാഷിൻ്റെ കൂടെ വിദ്യാർത്ഥികളായിരുന്ന രണ്ടുപേരെയും കൂട്ടിയാണ് അദ്ദേഹം അവിടെ നിന്ന് വിരമിച്ച് ഇവിടെ വന്ന് ഇത് ആരംഭിക്കുന്നത്. അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ നേരിട്ട് കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. എന്നാൽ ഞാനിവിടെ വന്ന് 2 മാസം താമസിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറി, അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം കാണാനിടയായി. ആ സമയത്ത് എന്നെ ഹഠാത് ആകർഷിച്ചതായ ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എന്താണ് എന്നുള്ളതാണ്. അനേക ഫയലുകൾ ഞാൻ കാണുകയുണ്ടായി. ഫയലുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബോക്സുകളാണ്. ആ ബോക്സിനകത്ത് കാർഡുകളാണ് വെച്ചിരിക്കുന്നത്. ആ കാർഡുകളിൽ ഓരോന്നിലും ഓരോരുത്തരുടെ പേരെഴുതിയിട്ടുണ്ട്. അതിനുശേഷം അതിനടിയിലായിട്ട് എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള താല്പര്യം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബോക്സിനകത്ത്, ഓപ്പൺ ബോക്സാണ്, ബോക്സിനകത്തൊരു 10-100 കാർഡുകളുണ്ട്. അങ്ങനെയുള്ള അനേക ബോക്സുകളുണ്ട്. ഇതെല്ലാം ഞാൻ പരിശോധിച്ചു, നോക്കി ഓരോന്നും മനസ്സിലാക്കിയപ്പോൾ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് നമ്മുടെ ഓർത്തഡോക്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ അതിൻ്റെ കാർഡുകൾ വളരെ ചുരുക്കമായി. അന്ന് ഞാൻ കണ്ടത് മുഴുവനും ഈ പ്രദേശത്തുള്ള സാധാരണ ജനങ്ങൾ, സഭാംഗങ്ങളല്ല, സാധാരണ ജനങ്ങൾ അനേകം പേർക്ക് ഓരോ കുടിയുടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ആ കാർഡുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അന്ന് ജേക്കബ് അച്ഛൻ്റെ കാലത്ത് അത് സൂക്ഷിച്ചിരുന്നു. കുറച്ചെല്ലാം ലൈബ്രറിയിലുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഓരോ കുടിയിലും ഇന്ന ആളുകൾ, ഇന്ന രോഗം, ഇന്ന പ്രയാസങ്ങളെന്ന് എഴുതി അതിനു വേണ്ടി പ്രാർത്ഥിക്കും. അത് ഓരോ ദിവസവും ഈ കാർഡുകൾ നോക്കി പ്രാർത്ഥിക്കും. അത് രാത്രിയിലാണ്. പകൽ അദ്ദേഹം എല്ലാ കുടികളും സന്ദർശിക്കുക, കുടിലുകൾ സന്ദർശിക്കുക. അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച ആളുകൾ അനേകരുണ്ടായിരുന്നു. കാട്ടാമ്പാക്കൽ വാഗത്താനത്തെ തോമസ് അച്ഛന്, അതുപോലെ ഔസേബസ് തിരുമേനി, അങ്ങനെ അനേകം പേരുണ്ട്. അവരെല്ലാം പകല് ഈ കുടികളെല്ലാം സന്ദർശിച്ച് ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അതിനവർ സ്വന്തമായി ഉപദേശം കൊടുക്കുക മാത്രമല്ല, ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ആൾക്കാരും അല്ലാത്തവരുമായി കഴിവുള്ളവരിൽ നിന്ന് ഒക്കെ പണവും വസ്ത്രങ്ങളും ശേഖരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വൈദിക സെമിനാരി ഞങ്ങൾ പഠിക്കുന്ന ആ 2 വർഷക്കാലം ഇവിടെ നിന്ന് 2 പ്രാവശ്യം വസ്ത്രങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ കുടികളിൽ വിതരണം ചെയ്തത് ഓർക്കുന്നുണ്ട്. അവിടെയൊക്കെ പോകുന്നതായ സമയത്ത് ആളുകളുടെ സന്തോഷവും അവരത് സ്വീകരിക്കാനുള്ള അവരുടെ ആഗ്രഹവും എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളരെ ഗ്രാമത്തിൻ്റെ മനസ്സിനോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചതായ ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു വലിയ മിഷനറി പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ്. നമുക്ക് വേദശാസ്ത്രപരമായി പല കാര്യങ്ങൾ പറയാം, തത്വപരമായി വേദകാര്യങ്ങളും പറയാം. പക്ഷേ സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കുടികളിൽ അല്ലെ ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്നു, വിഷമിക്കുന്നു, പ്രയാസപ്പെടുന്നു എന്നുള്ള അവരെക്കുറിച്ച് സിമ്പതി തോന്നാൻ എളുപ്പമാണ്. ആ സിമ്പതി തോന്നിയതായ അനേകരും ലോകത്തിലുണ്ട്.
എന്നാൽ ബിഷപ്പ് പെക്കൽഹാൻ വാഷ് ഇത് സിമ്പതി അല്ലെങ്കിൽ സഹതാപമല്ല അദ്ദേഹത്തിന്, എമ്പതിയാണ് തോന്നിയത്, അഥവാ സഹ അനുഭൂതിയാണ്. അവരുടെ വേദന തൻ്റെ സ്വന്തം വേദനയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, അഥവാ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വേദനിക്കുന്ന ഒരാളിനെ ആശ്വസിപ്പിക്കേണ്ടത് തൻ്റെ വേദന ആശ്വസിപ്പിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇന്ന് നമുക്കും ആവശ്യമായിരിക്കുന്ന ഒരു വലിയ സന്ദേശം അതാണ്. An empathetical attitude towards the millions of people in India at least. 144 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലെ 40% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. ജനകോടികളാണ് വിദ്യാഭ്യാസമില്ലാതെ കഴിയുന്നത്. രാജ്യത്തിൻ്റെ വികസനം ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകണം. പാവപ്പെട്ട ജനങ്ങളുടെ വളർച്ചയും അവരുടെ ഉയർച്ചയുമാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ വികസനമെന്ന് പറയുന്നത്. അതിവേഗ റെയിലുകൾ ഉണ്ടാക്കുന്നതും അതിവേഗം 6-10 ലൈനുകളുടെ പാതയുണ്ടാക്കുന്നതുമെല്ലാം അത് സഹായിക്കുന്നത് ഇവിടുത്തെ ബിസിനസ്സുകാരെയും അതുപോലെ ഉന്നതിയിലുള്ളതായ ആളുകളെയുമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അങ്ങനെ നല്ല തൂണുകളിലൊക്കെ നിൽക്കുന്നതായ അനേകം ഫ്ലൈ ഓവറുകളുണ്ടായാൽ പല പാവപ്പെട്ടവർക്കും വീടില്ലാത്തവർക്ക് സന്ധ്യയ്ക്ക് അതിൻ്റെ കീഴിൽ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. അത് ഇവിടെ കേരളത്തിൽ നമുക്കിവിടെ ഫ്ലൈ ഓവറുകളൊന്നും അധികമില്ല. അപ്പോൾ ഇന്ന് തിരുമേനി താമസിക്കുന്നതായ ബോംബെയിലും ഡൽഹിയിലും മദ്രാസിലും അങ്ങനെ അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ ഫ്ലൈ ഓവറുകൾ 100 കണക്കിനാണ്. എവിടെയാണ് വികസനം എന്നുള്ളത് കേരളത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അവർക്കിന്നും ബോധ്യമായിരിക്കുന്നത് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഉന്നതരായ സാമ്പത്തികമായ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുന്നതിന് ആവശ്യമായിരിക്കുന്ന റോഡുകളും റെയിൽവേകളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുക എന്നുള്ള, അല്ലേ പോർട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ള. സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിതത്തെ ഉയർത്തുവാനുള്ള സംരംഭങ്ങളിൽ പലപ്പോഴും പിന്നിട്ട് തിരിയുന്നത് അവരുടെ എതിർപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ളതായ മനസ്സോടുകൂടി അവരുടെ വേദനകളെ സ്വന്തം അനുഭവമാക്കി മാറ്റുന്നതായ ഭരണാധികാരികൾ ഈ ഇന്ത്യയിൽ വരണം. അത് കേന്ദ്രമെന്നല്ല, എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ജനകോടികൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. സാക്ഷരത 100% സാംസ്കാരികമായി ഉന്നതി പ്രാപിച്ചിരിക്കുന്നവരും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാൾ ഉന്നതിയിൽ നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്നതായ കേരളത്തിലെ ആളുകൾക്ക് വളരെ ചെറിയ തോതിൽ സഹായങ്ങൾ കൊടുത്ത് പോകുമ്പോഴും സഹോദരൻ പദ്ധതിയുടെ 4 വർഷമേ ആരംഭിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഓഫീസിൽ ഈ പൊക്കത്തിന് അപേക്ഷകളിരിക്കുകയാണ്, പാവപ്പെട്ടവരുടെ അപേക്ഷ. വീടില്ലാത്തവർ എത്ര പേരുണ്ട്? 100 വീടുകൾ കൊടുക്കാനായിട്ട് പദ്ധതിയിട്ടപ്പോൾ ആയിരക്കണക്കിനാണ് അപേക്ഷകൾ വരുന്നത്. വേറെ ഒരിടത്തു നിന്നുമല്ല, കേരളത്തിൽ നിന്ന്.
അപ്പം നമ്മൾ എവിടെയാവും ഉന്നതി പ്രാപിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ അതുപോലെയുള്ളതായ കാര്യങ്ങളിൽ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു എമ്പതറ്റിക്കൽ ആറ്റിറ്റ്യൂഡിൽ, ഒരു സഹാനുഭൂതിയുടെ മനസ്ഥിതിയോടെ പ്രവർത്തിക്കുന്നെങ്കിൽ ഇന്ന് പ്രവർത്തന മേഖലയെന്ന് പറയുന്നത് വളരെ തുറന്നു കിടക്കുന്നതാണ്. അവിടെയാണ് തടാകം ആശ്രമത്തിൻ്റെ സാങ്കത്യം. ഈ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ളൊരു സ്ഥാപനം തുടങ്ങിയതിൻ്റെ ഉദ്ദേശ്യം അത് ദൈവനിയോഗമാണ്. ആ ദൈവനിയോഗം ഇതിനെ എത്രമാത്രം പുരോഗമിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഉറ്റ സ്നേഹിതനായി സഭയ്ക്കു വേണ്ടി പ്രാണത്യാഗം ചെയ്ത് സഭയുടെ വൈദികരെയും ചേർത്ത് വലിയ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് നാം എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? ഈ രാഷ്ട്രത്തിൻ്റെ കുടിലുകളിലെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരാഹ്വാനമാണ് ബിഷപ്പ് വാൽഷ് നമുക്ക് നൽകിയത്. ആ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ആദ്യകാല പ്രവർത്തകർക്ക് കുറേയെല്ലാം സാധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ അതിൽ നിന്ന് മാറി. ഇന്നും ആ പ്രവർത്തനത്തിലേക്ക് വരുവാനും കഷ്ടപ്പെട്ട് അതിൽ പ്രവർത്തിക്കുവാനുമുള്ള മനസ്സോടുകൂടി ആളുകൾ ഉണ്ടാകണം. അത് ദൈവനിയോഗത്തിൽ മാത്രമേ സാധിക്കൂ. ദൈവനിയോഗപ്രകാരം അതിനുള്ള ആളുകൾ ഉണ്ടാകുവാനായിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം ഇവിടെയെല്ലാം മനുഷ്യ സേവനത്തിന് പ്രാധാന്യം കൊടുക്കുവാനും ഒരു ആഗോള സാഹോദര്യത്തിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കുവാനുമുള്ളതായ വിശാല മനസ്സ് നമുക്കുണ്ടാവണം. ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കൂട്ടവും എന്നുള്ളതായ ആ ഒരു ഇടുങ്ങിയ മനസ്ഥിതിയിൽ നിന്ന് എൻ്റെ കുടുംബമെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറയുന്നത് പോലെ ഈ ഭൂമി മുഴുവനുമാണ്. ഈ ഭൂമി മുഴുവനുമാണ് എൻ്റെ തറവാട്. അഥവാ ഉപനിഷത്തിൽ പറയുന്ന പോലെ വസുദൈവ കുടുംബകമെന്ന് പറഞ്ഞാൽ വൺ എർത്ത്, വൺ ഫാമിലി ആൻഡ് വൺ ഹോപ്പ്. അങ്ങനെയുള്ള ഒരു വീക്ഷണത്തിലേക്ക് നമുക്ക് പോകാൻ എങ്ങനെ സാധിക്കും? എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അദ്ദേഹം ഒരു വീക്ഷണം നമുക്ക് നൽകിയത് അതാണ്. ലോകം നമ്മുടെ ഒരു കുടുംബമാണ്. നമ്മളെല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ മനുഷ്യനിൽ നിന്നാണ് മനുഷ്യവർഗം ലോകത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവമെന്ന പിതാവിൻ്റെ മക്കളാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അത് അട്ടപ്പാടിമലയിൽ താമസിച്ചാലും കൊള്ളാം, കോങ്കോയിലായിരുന്നാലും കൊള്ളാം, അത് ഏത് സ്ഥലങ്ങളിലായിരുന്നാലും കൊള്ളാം, അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. കാരണം അവർക്കെല്ലാം ദൈവം ഒരേ രൂപവും സാദൃശ്യവും നമ്മെപ്പോലെ തന്നെ നൽകിയിരിക്കുന്നതാണ്. അതിലൊരു കുറവുമില്ല. ആ രൂപസാദൃശ്യത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ യഹൂദനോട് യഹൂദനെ സ്നേഹിക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ആ സാഹോദര്യ സ്നേഹം കാണിച്ചതൊരു ശമറിയാക്കാരനാണ്. എറിഹോവിൻ്റെ വീതിയിൽ അടുത്ത് തെരുവീതിക്ക് അടുത്ത് മുറിവേറ്റ് കിടന്ന മനുഷ്യൻ കണ്ടുപോയ ലേവ്യനും പുരോഹിതനുമല്ല, യഹൂദന്മാരാണ് അവർ. പക്ഷേ അതിൽ നകലെ ശമറിയയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ശമറിയാക്കാരൻ, ആ കിടക്കുന്നവൻ യഹൂദനാണോ ശമറിയാക്കാരനാണോ
ഗലീലക്കാരനാണോ? ഇതൊന്നും അവൻ അറിയില്ല, അവൻ അന്വേഷിച്ചുമില്ല. അവൻ അന്വേഷിച്ചത് ഒരു കാര്യമായി, കണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യൻ. എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് അവൻ്റെ സങ്കടത്തിൽ അവനെ ചെന്ന് കാണേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അവൻ എൻ്റെ സഹോദരനാണ്, അവൻ എൻ്റെ അയൽക്കാരനാണ്. ആ സഹോദരന് മുറിവേറ്റാൽ അതെനിക്ക് മുറിവേറ്റുന്നത് പോലെയാണ്. അതാണ് അവൻ ചെയ്തത്. യേശുക്രിസ്തു അതാണ് പറയുന്നത്, മനുഷ്യർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുക. ഞാനിങ്ങനെ ആയിക്കിടന്നെങ്കിൽ എന്താണ് ഇനി ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ മനസ്സിൽ കഥയോർഗ അത് അമേരിക്കയിൽ എയ്ഡ്സ് വളർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഭർത്താവും ഭാര്യയും കൂടി, എനിക്കറിയാവുന്നവരാണ്, പേര് പറയുന്നില്ല, ഭർത്താവും ഭാര്യയും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാർ ആക്സിഡൻറ്റിൽ ഒരു മനുഷ്യൻ കാറിൽ നിന്ന് തെറിച്ച് വെളിയിലോട്ട് രക്തമൊലിച്ച് വീഴുന്നത് കണ്ടു. ഭർത്താവും ഭാര്യയും കൂടെ അടുത്തുകൂടെ വണ്ടി ഓടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഭർത്താവ് ആ വണ്ടി നിർത്തി ആ മനുഷ്യനെ ചെന്ന് എഴുന്നേൽപ്പിച്ച് ആ മനുഷ്യനെ താങ്ങിപ്പിടിച്ച് അല്പനേരം വരുന്നു. 3 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു, അദ്ദേഹത്തെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു. ഇവർ യാത്ര തുടർന്നു. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യം, അത് കഴിഞ്ഞ് ഈ ഭാര്യ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവിടെ ചെന്നപ്പം ഞാൻ ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് ആ മനുഷ്യനെ എടുക്കാൻ പോയത്? കാരണം ചോര വാർന്നൊലിക്കുന്ന മനുഷ്യൻ, അയാൾക്ക് എയ്ഡ്സ് ഉണ്ടോ എന്ന് നിനക്കറിയാമോ? ചോര ശരീരത്തിൽ, എയ്ഡ്സ് രോഗിയുടെ ചോര ശരീരത്തിൽപ്പെട്ടാൽ നീയും എയ്ഡ്സ് രോഗത്തിലാവുകയില്ലേ? നോക്കണം, നമ്മുടെ ചിന്ത അതിൽ കൂടിയാണ് പോകുന്നത്. അദ്ദേഹത്തിന് അത് തോന്നിയില്ല. അവൻ എയ്ഡ്സ് ഉണ്ടോ, എയ്ഡ്സ് ഇല്ലാത്തവനാണോ, ഇതൊന്നും തോന്നിയില്ല. അവൻ എൻ്റെ സഹോദരനാണ്, ആ വീണ് കിടക്കുന്നവൻ, അവനെ രക്ഷിക്കണം. അതാണ് നല്ല അയൽക്കാരൻ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ അയൽക്കാരൻ ആരാന്ന് ചോദിച്ചപ്പോൾ നല്ല ശമറിയാക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത് എന്താണ്? നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പുതിയൊരു ലോകത്തിൻ്റെ വീക്ഷണത്തിൽ കൂടി, ഒരു ഗ്ലോബൽ ബ്രദർഹുഡിൻ്റെ വീക്ഷണത്തിൽ കൂടി, സഹാനുഭൂതിയുടെ സന്ദേശത്തിൽ കൂടി ജീവിതത്തെ സമർപ്പിക്കുന്നതായ ഒരു ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്. അൽവാർഗീസ് തിരുമേനിയും അതാണ് ചെയ്തത്. പാവപ്പെട്ട ഭിക്ഷക്കാർക്ക് വേണ്ടി ഭിക്ഷയാചിച്ച്, അവരുടെ സംരക്ഷണത്തിൽ ഭിക്ഷയാചിച്ച് ജീവിതം അവസാനിപ്പിച്ചയാളാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി. അതാണ് സഹാനുഭൂതി എന്ന് പറയും. ഈ സഹാനുഭൂതിയുടെ അനുഭവം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സ്ഥാപിച്ച ആശ്രമമാണ് തടാകാശ്രമം. അതാണ് ഇവിടെ വളരേണ്ടത്. ഇവിടെ നിന്ന് ഉയരേണ്ടതായ സാമൂഹ്യ സേവന അല്ലെങ്കിൽ മിഷനറി സന്ദേശം അതാണ്. അത് ഉൾക്കൊള്ളുവാനുള്ള ആളുകൾ ഉണ്ടാവണം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പല അവസരങ്ങളിലും ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ നവതി ആഘോഷത്തിന് ഇത്രയും ആളുകൾ വന്നു എന്നുള്ളതിൽ നിങ്ങളെ എല്ലാവരെയും മുക്തകണ്ഠം അനുമോദിക്കുക. ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ വന്നപ്പോഴുള്ളായ കാര്യങ്ങളുമൊക്കെ 10, 25, 30 പേര് കൂടുതലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ച ബഹുമാനപ്പെട്ട പരിശുദ്ധ ബാബാതിരുമേനിയുടെ, കുറുലോസ് തിരുമേനിയുടെ സുഹൃത്ത് അലക്സും ബഹുമാനപ്പെട്ട അച്ഛന്മാരുമൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചതിൻ്റെ ഫലമായി മലബാർ, ചെന്നൈ ഭദ്രാസനങ്ങളുടെ ആളുകൾ, അച്ഛന്മാരും ആളുകളും ഒരുമിച്ച് ശ്രമിച്ച്
ഇവിടെ വന്ന് ഇതൊരു വലിയ വിജയമാക്കി തീർത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. മലങ്കര സഭയുടെ പേരിൽ നിങ്ങളോട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ നവതി ആഘോഷം, അതിൻ്റെ ഉദ്ഘാടനം പുതിയൊരു ദിശയിലേക്ക്, അഥവാ ഒരു ലീപ്പിംഗ്, ഒരു എടുത്തുചാട്ടം ഈ തടാക ആശ്രമത്തിന് സഹാനുഭൂതിയുടെ പ്രസാദവർഷമായി ഇനിയുള്ള ദിവസങ്ങൾ തീരുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പരിശുദ്ധ ഭാവാതിരുമേനിയുടെ ആത്മീയ ചൈതന്യം നിറഞ്ഞ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. Your Holiness, your words have truly illuminated our path as we step into this 90th year of Christi Shishya Ashramam. As we move forward, we want to honor the deep-rooted bond between this ashram and the local community of Nanjundapuram. An institution is strong only when its neighbors are strong. To address us today, it is our privilege to invite a leader who has been a constant well-wisher and pillar of support for this ashram for many years. Mr. V.K.V. Sundarraj, former Panchayat President, Nanjundapuram. Dear V.K.V. sir, you have seen the growth of this ashram and the Bishop Walsh Memorial Hospital. May I now request Mr. V.K.V. Sundarraj to share his thoughts with us. அனைவருக்கும் வணக்கம். மேடையில் உள்ளவருக்கும் மேடையில் முன்பாக இருப்பவருக்கும் என் வணக்கத்தை தெரிவித்துக் கொள்கிறேன். இந்த ஆசிரமம் 90வது ஆண்டு பிறந்த நாள் கொண்டாடிட்டு இருக்குங்க. இது ஏன் சொல்கிறேன்னா, என் குழந்தை முதல் இங்கே பள்ளி தொடக்கும் போது என் குழந்தை இங்கே தான் படிச்சிச்சுங்க. எஸ் வினிஸ்ன்ட்டுங்க. இன்றைக்கி அவர் பெரிய ஒரு பிஸ்னஸ்மேனாக இருக்காங்க. அதை மாதிரி இந்த ஆசிரமம் அதை வளர்ச்சியை அடைஞ்சிருக்கு. ஹாஸ்பிட்டல் இருக்கிறாங்க. என் பஞ்சாயத்தில் ஹாஸ்பிட்டல், ஸ்கூல் இதெல்லாம் இருக்கிறதுனால எங்கள் பள்ளியில் இந்த கிராமத்து பகுதியில் இருக்க அனைவருக்கும் ரொம்ப யூஸ்ஃபுல்லாக இருக்குது. இது எதுக்காக சொல்கிறேன்னா, இவங்க அத்தனையுமே எங்கள் குழந்தைகளுக்கு உதவி பண்ணிகிட்டு இருக்காங்க. எந்த நிகழ்ச்சி என்னாலும் அன்போடு அறவோடு அரவணைச்சிட்டு இருக்காங்க. இதுதான் உண்மை. இதை யதார்த்தமான உண்மைக்காக சொல்கிறேன். நம்ம இதாக பேசலை. ஏன்னா நேரடியாகவே நம்ம பார்த்துட்ருக்குறோம். என்னோட இதை வளர்ச்சியிலேருந்து பார்க்கும்போது இந்த பகுதியில் சிறப்பாக செயல்பட்டு இருக்குது இந்த நிகழ்ச்சி. இந்த ஆசிரமம் இந்த வாழ்த்துக்கு வரி கொடுக்குறேன். நன்றி, வணக்கம். நான் பேச தெரியாமல் இருக்குங்க. இவர் சார் பேசி ஆகணும்னு சொன்னதுனால 2 வார்த்தை பேசுனேங்க. வணக்கங்க. Thank you, Mr. V.K.V., for those kind words and for enduring friendship of the Nanjundapuram community. May I now request our dear beloved Korlos Tirumeni to present a token of appreciation to Mr. V.K.V. Sundarraj. Thank you, Tirumeni. As we celebrate 90 years of God's unchanging faithfulness, let us lift our hearts through music. ഞാൻ ജീവനുള്ള കാലത്തോളം യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. May I now invite the St. Mary's Cathedral Choir to lead us in a song of praise.
സതതം യാഗൻ ഞാൻ ദൈവം എന്നിടയനാകുന്നു. നിന്റെ നാമത്തിൽ നടത്തുന്നെന്നെ നിത്യം നടത്തുന്നെന്നെ. കൂരിരുൾ മൂടും താഴ്വരയതിലും നിർഭയനായി നടക്കും ഞാൻ അവനിൽ തുടരെ. യാഹന്നാൻ ദൈവം Thank you, St. Mary's Cathedral Choir, for the soul-stirring melody. To mark this 90th year milestone, we will now witness a very special moment, the official unveiling of Navadi logo. ഈ നവതി ആഘോഷങ്ങളുടെ ഓർമ്മയ്ക്കായി മനോഹരമായ ഒരു ലോഗോ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. The design of this logo captures the essence of Christi Shikshashram, our spiritual roots, the legacy of Papa and mission of healing. ഈ ലോഗോ റിലീസ് ചെയ്യുന്നതിനായി പരിശുദ്ധ ബാബ തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ലോഗോ ഡിസൈനിംഗ് മത്സരവും ലേഖന രചനാ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ഈ ലോഗോ ഡിസൈൻ ചെയ്ത് വിജയിച്ചിരിക്കുന്നത് മിസ്റ്റർ ബോബി ജോർജ് ജോൺ, സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച്, വലിയപള്ളി, പതിച്ചിറ, മാവേലിക്കര. അതോടൊപ്പം ആർട്ടിക്കിൾ റൈറ്റിംഗ് കോമ്പറ്റീഷൻ വിന്നറായിരിക്കുന്നത് ഡോക്ടർ ബ്ലെസി വർഗീസ്, കൂർത്തമല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച്, ചെന്നൈ. As this institution's 90-year journey is not built on stones and buildings, we recognize that it is built on selfless service and dedication of many individuals. As we celebrate this Navadi, it's our honor to recognize such individuals who have been pillars of support for our ashram community. തടാകമാശ്രമത്തിന്റെ വളർച്ചയിൽ നിശബ്ദമായ സേവനം കാഴ്ചവെച്ച വിശിഷ്ട വ്യക്തികളെ ഈ നവതി ഉദ്ഘാടന വേളയിൽ നമ്മൾ ആദരിക്കുകയാണ്. May I humbly request our beloved Baba Tirumeni to present a memento as a token of our deepest appreciation to these dedicated souls. Moving to our first felicitation, we honor an individual who represents the spirit of selfless administrative leadership. നമ്മുടെ ആശ്രമത്തിന്റെയും ആശുപത്രിയുടെയും പ്രവർത്തനങ്ങളിൽ അഭിവാജ്യ ഘടകമായ ശ്രീ എബ്രഹാം ഫിലിപ്പ്. Having previously served in the National Textile Corporation, Mr. Abraham Philip chose to dedicate his time and expertise to the ashram after shifting to Coimbatore. For many years, he has served with absolute commitment as a governing body member, hospital administrator, and the ashram treasurer. His Holiness now presents this memento to Mr. Abraham Philip as a token of our appreciation for his tireless dedication to Christi Shikshashram community. Now please join us in welcoming Dr. Ravi Jacob Kurula and Dr. Grace Ravi Kurula. Dr. Ravi Jacob Kurula is the former Associate Director, Principal and HOD of Orthopedics at prestigious CMC Vellore. Dr. Grace Ravi Kurula served as the former Professor and HOD of Anesthesia at CMC Vellore, Specialist in Neuroanesthesia.
After reaching the heights of their medical career, they chose the quiet valleys of the Dagam to continue their mission. For the past 10 years, for the past 1 decade, they have been serving the Bishop Walsh Memorial Hospital at no cost, providing world-class care to poor and needy. Next up, we have Dr. Matthew. In his absence also, we recognize his service to this ashram. Now may I invite Dr. Marina, retired professor of Kolancheri Medical College, who is serving the Tadagam Bishop Walsh Hospital for the past 1.5 years. I now invite Mr. Alexander Isaac, board member and one of the greatest well-wishers of this ashram, who coordinates for every event at ashram and who considers this ashram as his home. Now joining us is Mr. Deepu Joseph, our esteemed board member. He also serves as a teacher at St. Thomas Higher Secondary School. Thank you, Tirumeni. Having honored the hands that serve our ashram on ground, we now wish to express our deep gratitude to the spiritual leaders who guide us. ഈ നവതി സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന അഭിമന്യ പിതാക്കന്മാർക്കും വിശിഷ്ട അതിഥികൾക്കുമുള്ള സ്നേഹോപഹാരങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ്. May I request our Acharya, Father Mahesh Paul, to present these tokens of appreciation to our Baba Tirumeni and Kurulos Tirumeni. Acharya Mahesh Paul now presents our token of love to our beloved Baba Tirumeni. Acharya now presents our token of love and appreciation to the most respected Kurulos Tirumeni. Finally, it's our duty to express our heartfelt thanks to other dignitaries on the stage. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച അഭിവന്യ കൂർലോസ് തിരുമേനിയെ ആശ്രമത്തിന് സ്നേഹോപഹാരം ഏവർക്കും സമർപ്പിക്കാനായി ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. I'm sorry for the inconvenience. We had Mr. V.K.V. Sundar Raj with us, whom we already felicitated. Thank you, Tirumeni. Thank you all. We have now reached the concluding part of this historic session. After an evening filled with blessed words, soul-stirring music, and moments of high honor, it's time to express our gratitude. To express our official gratitude on this historic occasion, we have with us the spiritual head of our community, Acharya Father Mahesh Paul. Father Mahesh Paul നമ്മുടെ ആശ്രമത്തിന്റെ ആത്മീയ പതാവ് മാത്രമല്ല, 90 വർഷങ്ങൾക്ക് മുമ്പ് പാപ്പ ബിഷപ്പ് ഹെർബർട്ട് പക്കൻഹാം വാൾഷ് കൊളുത്തിയ വലിയ ആത്മീയ ദീപം ഇന്നും കെടാതെ സൂക്ഷിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. It is under his loving leadership that this ashram family continues to move forward in unity and love. May I now invite Acharya Father Mahesh Paul to deliver the vote of thanks. ദൈവതിനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടും നന്ദിയുള്ള ഹൃദയത്തോടും കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കോയമ്പത്തൂർ തടാകം ക്രിസ്തുശിഷ്യാശ്രമം ഇന്ന് നവതിയുടെ നിലനിൽ നിൽക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ആശ്രമത്തെ ഇന്നുവരെയും നയിച്ച പിതാക്കന്മാരെ എല്ലാവരെയും ഈ സമയം നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ഹെർബർട്ട് പെക്കൻഹാം വാൾഷ് പിതാവിനെ 1936 ഹെർബർട്ട് പെക്കൻഹാം വാൾഷ് പിതാവും പത്നി ക്ലാര വാൾഷും KC വർഗീസ് അച്ഛനും ശ്രീ ടി.ഒ. മാത്യു എന്നിവർ ചേർന്ന് നട്ട് നനച്ച് വളർത്തിയ ഈ ആശ്രമം ഇന്ന് 90 വർഷം പിന്നിടുമ്പോൾ പാവങ്ങളുടെ അപ്പോസ്തലനായ അഭിവന്യ സക്കറിയമാർ തെയോഫിലോസ് തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന വിലാസം കൂടി ഈ ആശ്രമത്തിന് ലഭിച്ചിരിക്കുകയാണ്.
ഇന്നുവരെയും ഈ ആശ്രമത്തെ വഴി നടത്തിയ എല്ലാ പിതാക്കന്മാരും ബിഷപ്പ് പെക്കൻഹാം വാൾഷിൻ്റെ വിഷം അല്പം പോലും ചോർന്നു പോകാതെ അതിനെ സംരക്ഷിക്കുന്നു എന്നത് ഈ ആശ്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആയതിനാൽ തന്നെ ബിഷപ്പ് പെക്കൻഹാം വാൾഷ് കണ്ട സ്വപ്നം ഇന്ന് ഈ മണ്ണിൽ ആഴത്തിൽ വേരൂന്നി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഇനിയും ഈ തണൽ മരത്തിൻ്റെ ശിഖരങ്ങൾ പുഷ്ടിപ്പെടുവാൻ ഏറെയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹായങ്ങളും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. മലങ്കരിയുടെ മോറാൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, പരിശുദ്ധ പിതാവ് ആശ്രമങ്ങളെ വളരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ്. സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുഖമാണ് പരിശുദ്ധ പിതാവെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായി പറയുമ്പോൾ സെമിനാരിയിൽ ബലഹീനനായ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് പരിശുദ്ധ പിതാവ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അഭിമന്യ കുർലോസ് തിരുമേനി സൂചിപ്പിക്കുകയുണ്ടായി, ഉറങ്ങിയിട്ട് കണ്ടിന്യൂസായിട്ട് 4 മണിക്കൂർ ഉറങ്ങിയിട്ട് പോലും ഉറങ്ങിയ രാത്രികൾ കുറവാണെന്നാണ് പറഞ്ഞ്. അപ്പോൾ ബോംബെയിലെ ഗോൾഡൻ ജൂബിലി, അതേ തുടർന്ന് നാഗ്പൂർ സെമിനാരി കോൺവെക്കേഷൻ കഴിഞ്ഞ് ദീർഘദൂരം യാത്ര ചെയ്താണ് പരിശുദ്ധ പിതാവ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും തടാകത്തിൻ്റെ പേരിൽ തടാകം ആശ്രമത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ അവിടുത്തെ തൃപ്പാദങ്ങളിൽ വളരെ ആദരപൂർവം വിനയപൂർവം സമർപ്പിച്ച് കൊള്ളുന്നു. സന്യാസി പ്രസ്ഥാനങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിമന്യ ഐറേനോസ് തിരുമേനി തടാകാശ്രമത്തോട് പ്രത്യേക ഒരു താല്പര്യം എപ്പോഴും കാണിക്കുന്ന ഒരു രീതിയാണുള്ളത്. നവതിയുടെ കാര്യം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ഇന്ന് കൊല്ലത്ത് നിന്നും യാത്ര തിരിച്ചത് നേരെ കോയമ്പത്തൂരിലേക്കാണ്. ദൂരം യാത്ര ചെയ്ത് ഇവിടെ ഈ ഒരു നവതി ആഘോഷത്തിൽ പങ്കുചേർന്നാണ് അഭിമന്യ തിരുമേനി തിരിച്ചുപോയത്. ഈ തടാകാശ്രമത്തിൻ്റെ പേരിലുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും അഭിമന്യ ഐറേനിയോസ് തിരുമേനിക്ക് സമർപ്പിച്ചു കൊള്ളുകയാണ്. അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി ഞങ്ങളുടെ പിതാവാണ്. ഈ ആശ്രമത്തിൻ്റെ വിസിറ്റർ ബിഷപ്പാണ്. വാത്സല്യം കാണിക്കേണ്ടിടത്ത് വാത്സല്യം കാണിച്ചും ശകാരിക്കേണ്ടിടത്ത് ശകാരിച്ചും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ നയിക്കുന്ന അഭിമന്യ തിരുമേനി തൻ്റെ ആരോഗ്യം പോലും വകവയ്ക്കാതെ ഈ ആശ്രമത്തെ ഉയർത്തുവാൻ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപന്തിയിലെത്തിക്കുവാൻ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന തിരുമേനി ബോംബെ ഭദ്രാസനത്തിൻ്റെ ജൂബിലി തിരക്കുകളിടയിൽ എത്ര വ്യാപൃതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ ഇടയിലും പല പ്രാവശ്യം ഇവിടെ വിളിച്ച് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സുകളും മറ്റുള്ള കാര്യങ്ങളും കൂടെ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ വെച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത് തിരുമേനി ഈ സ്ഥാപനത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് അത് വെളിവാക്കുന്ന കുറേയേറെ കാര്യങ്ങളാണ്. ഒഫീഷ്യലായിട്ടൊരു നന്ദിയുടെ ആവശ്യമില്ല, എങ്കിലും ഈ നവതിയുടെ ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികമായുള്ള നന്ദി അർപ്പിക്കേണ്ടത് വലിയൊരു കടമയാണ്. അഭിമന്യ തിരുമേനിയോടുള്ള എല്ലാവിധമായ നന്ദിയും സ്നേഹവും തടാകാശ്രമത്തിൻ്റെയും മറ്റെല്ലാവരുടെയും പേരിൽ ഈ സമയം അറിയിച്ചു കൊള്ളുകയാണ്. ശ്രീ വി സുന്ദർരാജ് ഈ ഒരു ദേശത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വളരെയേറെ കാലം സേവനം ചെയ്തു. ഇപ്പോഴും ഈ തടാകം കണവായ് ദേശത്ത് ഏതു വളർച്ച കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്നു. നമ്മുടെ തടാകാശ്രമത്തിൻ്റെ ഏതൊരു ആവശ്യമായിട്ട് സമീപിച്ചാലും അദ്ദേഹത്തിൻ്റെ സഹായം വലുതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇവിടെയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സുന്ദർ സാജിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു. പുതുപ്പള്ളി MLA ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ സാറ് എത്താമെന്ന് പറഞ്ഞു. ഇന്ന് വൈകിട്ട് എന്നെ ഒഫീഷ്യലായി വിളിച്ച് എത്താൻ സാധിക്കില്ല, ആശംസ പ്രത്യേകം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് MLA പുതുപ്പള്ളി MLA സാറിനുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചു കൊള്ളുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികൾ, പ്രത്യേകിച്ച് CP അലക്സാണ്ടർ കൊറപ്പിസ്കോപ്പ അച്ഛൻ, വന്യ സുധാമ്പോൾ റമ്പാച്ചൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ തടാകാശ്രമത്തിൻ്റെ പേരിൽ ഈ സമയം ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. മലങ്കര സഭയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള ഈ ആശ്രമത്തിൻ്റെ സ്നേഹിതരായിരിക്കുന്ന, ഈ ആശ്രമത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഈ തടാകാശ്രമത്തിൻ്റെ പേരിൽ ഒറ്റവാക്കിൽ തന്നെ ഈ സമയം അറിയിച്ചു കൊള്ളുകയാണ്.
ഈ ആശ്രമത്തിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങളായിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് അഭിമന്യ കൂർലോസ് തിരുമേനി എടുത്തു പറഞ്ഞൊരു പേരാണ് ബഹുമാനപ്പെട്ട അലക്സ് അങ്കിളുടെ പേര്. പലപ്പോഴും അലക്സ് അങ്കിളുമായിട്ട് ഫോണിലും പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തിരുമേനിയോട് അറിയിച്ച് ഇതിനെ ഓവറോൾ കൺട്രോൾ ബഹുമാനപ്പെട്ട അലക്സ് അങ്കിളാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അങ്കിളുടെ പ്രവർത്തനങ്ങൾ പരിശുദ്ധ ബാവാ തിരുമേനി സൂചിപ്പിച്ചതാണ്. ഈ വൈകിയ വേളയിൽ ബഹുമാനപ്പെട്ട അലക്സ് അങ്കിളിനോടുള്ള നന്ദിയും സ്നേഹവും എല്ലാവരുടെയും പേരിൽ ഈ സമയം അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട ദീപു സാറ്, ജോസഫ് സാറ്, മറ്റ് ഗവേണിംഗ് ബോഡി അംഗങ്ങളെല്ലാവരും അകമഴിഞ്ഞ സഹായവും അതോടൊപ്പം സഹകരണവും ഉണ്ടായിരുന്നു. എല്ലാവരുമുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിക്കുകയാണ്. തടാകത്ത് ആശ്രമത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ബിഷപ്പ് വാൾസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ്, മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ബിഷപ്പ് വാൾ മെമ്മോറിയം സ്കൂളിലെ എല്ലാ അധ്യാപകരും, ഈ തടാകാശ്രമത്തിൽ താമസിച്ച് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യവും സഹകരണവും ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. അവരെയും നന്ദിയോടെ ഈ സമയം ഓർക്കുകയാണ്. ഇന്നത്തെ ഈ നമ്മുടെ നവതി ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ദിവന്യാസോസ് മീഡിയ, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചിരിക്കുന്ന സുന്ദരം സൗണ്ട്സ്, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ ഫാദർ MC മത്തായി അച്ഛനുണ്ട്, സന്യാസി സമൂഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ബഹുമാനപ്പെട്ട അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ എന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acharya Father Mahesh Paul. നമ്മുടെ ഈ നവതി സമ്മേളന സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ സകല മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി. എല്ലാം അങ്ങേ മഹത്വത്തിനാ, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ.